പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസേഴ്സിനെ കുറിച്ചാണ്, PAOs. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഓർഗനൈസേഷൻ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് PAOs. 23 PAOs ഉണ്ട്, 23 പോസ്റ്റൽ സർക്കിൾസ് ഉണ്ട്. ഓരോ സർക്കിളിനും ഓരോ PAO വെച്ചിട്ട് 23 PAOs ഉണ്ട്. അപ്പോൾ അതിൻ്റെ ധർമ്മം എന്ന് പറയുന്ന ഓരോ സർക്കിളിനെയും സംബന്ധിച്ചിട്ടുള്ള ഈ അക്കൗണ്ട്സുകൾ കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ജസ്റ്റ് അതിൻ്റെയൊക്കെ പേരുകൾ, ഓരോ സർക്കിളിൻ്റെയും PAOസിൻ്റെ പേരുകൾ അതൊന്ന് പറഞ്ഞു പോവുകയാണ്. ചെറിയൊരു വീഡിയോ ആണ്, കുറച്ച് ഇൻഫർമേഷൻസ് ഈ PAOയെ സംബന്ധിച്ച് ഞാൻ ഷെയർ ചെയ്യുവാണ്. ഇതിൽ നമ്മൾ ആദ്യം സർക്കിളിൻ്റെ പേര് പറയും, ആ സർക്കിളിൻ്റെ PAOൻ്റെ പേരും പറയും. അങ്ങനെ 23 സർക്കിളിൻ്റെ നമ്മൾ പറഞ്ഞു പോകും. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർക്കിള് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ പഠിച്ചിട്ടുണ്ട്. ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ. സർക്കിള് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും അത് കോഡ് വെച്ച് പഠിക്കാനുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞവർക്ക് ഇത് ഒന്നുമില്ല, PAOയുടെ പേര് പഠിക്കുക എന്നുള്ളതൊന്നുമില്ല. കാരണം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ, കുറച്ച് സർക്കിളിൻ്റെ കേസിൽ മാത്രമേ പേര് ചേഞ്ച് ആവുന്നുള്ളൂ. ബാക്കിയെല്ലാം ഹെഡ് ക്വാർട്ടറിൻ്റെ അതേ പേര് തന്നെയാണ് PAOയുടെ പേരും വരുന്നത്. ഇപ്പോൾ തമിഴ്നാടുവിൻ്റെ ഹെഡ് ക്വാർട്ടർ ചെന്നൈയാണ്, PAOയും ചെന്നൈ തന്നെയാണ്. മനസ്സിലായല്ലേ? കുറച്ച് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പഠിക്കാം. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതും. എന്തായാലും നമ്മൾ 90% ഡേറ്റ ഹെഡ് ക്വാർട്ടറിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഇതുകൂടെ അങ്ങ് സ്വായത്തമായില്ലേ. ഏതാ PAOയുടെ കാര്യം. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോവാം. തമിഴ്നാടുവിൻ്റെ ചെന്നൈയാണ്, തെലങ്കാനയുടെ ഹൈദരാബാദാണ്, അന്ന് മാറ്റമില്ല ഹെഡ് ക്വാർട്ടറിൻ്റെ പേരുമായിട്ട്. ആന്ധ്രാപ്രദേശിൻ്റെ വിജയവാഡയാണ്, കർണാടകയുടെ ബാംഗ്ലൂരാണ്, കേരളം ട്രിവാൻഡ്രം, ജമ്മു ആൻഡ് കാശ്മീർ അവിടെ വ്യത്യാസം വരുന്നുണ്ട്, ജമ്മു ആണ് അതിൻ്റെ PAO. ഹിമാചൽ പ്രദേശിലും വ്യത്യാസമുണ്ട്, സുന്ദർനഗറാണ് അതിൻ്റെ PAO. പഞ്ചാബ് വ്യത്യാസമാണ്, കപൂർത്തല ആണ് ഈ PAO വരുന്നത്. ഹരിയാന ചേഞ്ച് ഇല്ല, അംബാല. ഡൽഹി തന്നെയാണ്. ഉത്തർപ്രദേശ് ലക്നൗ, ഉത്തരാഖണ്ഡ് ഡെറാഡൂണ്, മധ്യപ്രദേശ് ഭോപ്പാൽ, ഛത്തീസ്ഗഡ് റായ്പൂർ, ബീഹാർ പാറ്റ്ന, ജാർഖണ്ഡ് റാഞ്ചി ആണ്. മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, നാഗ്പൂരാണ് അതിൻ്റെ PAO വരുന്നത്, നാഗ്പൂർ. ഗുജറാത്ത് അഹമ്മദാബാദ് തന്നെയാണ്. രാജസ്ഥാൻ ജയ്പൂർ. ഒഡീഷയുടെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, കട്ടക്ക് അതിൻ്റെ PAO വരുന്നത്. വെസ്റ്റ് ബംഗാൾ കൽക്കട്ട, ആസാം ഗുവാഹട്ടി തന്നെയാണ്. നോർത്ത് ഈസ്റ്റേൺ ഷില്ലോങ് ആണ്. അപ്പോൾ 23 സർക്കിളും പറഞ്ഞു കഴിഞ്ഞേ. അപ്പോൾ നമുക്കറിയാം 23 സർക്കിളും ഉണ്ട്, പിന്നെ ഒരു ബേസ് സർക്കിളും ഉണ്ട്, APS സർക്കിളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ PAO എന്ന് പറയുന്നത് ഈ നാഗ്പൂർ തന്നെയാണ്. ആ നാഗ്പൂർ PAO തന്നെയാണ് APSൻ്റെ കാര്യങ്ങളൂടെ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എത്ര ആകുമ്പോഴത്തേക്കും ആ PAOയുടെ കാര്യം കഴിഞ്ഞ് നമ്മുടെ സർക്കിളിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ PAOയുടെ പേര് പറയാൻ പഠിച്ചിരിക്കും. പോസ്റ്റൽ സർക്കിളുകളും അതിൻ്റെ ഹെഡ് ക്വാർട്ടറും എങ്ങനെ ഈസി ആയിട്ട് കോഡ് വെച്ച് പഠിക്കാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം, കാണാൻ ശ്രമിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ PAOയുടെ പേര് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അത് ജമ്മുവിൻ്റെ, ഹിമാചൽ പ്രദേശിൻ്റെ, പഞ്ചാബിൻ്റെ, മഹാരാഷ്ട്രയുടെ, ഒഡീഷയുടെ APS സർക്കിളിൻ്റെ ഒക്കെയുള്ള വ്യത്യാസം വരുന്നു. ഓക്കെ, വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു.